ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതൊത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ ദാവീദ് വളരെ മനോഹരമായിട്ട് ഈ വാക്യത്തിലൂടെ ഒത്തിരി വലിയ കാര്യങ്ങളാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുള്ളൂ. കോപത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അന്നേരത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അന്നേരത്തെ ആ സങ്കടത്തിൽ പറഞ്ഞതല്ലേ. അപ്പോൾ കോപത്തിൽ പറഞ്ഞാലും സങ്കടത്തിൽ പറഞ്ഞാലും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, സങ്കടം കൊണ്ട് ഞാനത് ചെയ്തതാണ്, കോപം കൊണ്ട് ഞാൻ പറഞ്ഞത് അന്നേരത്തെ ആ ദേഷ്യത്തിന്, അന്നേരത്തെ ആ കോപത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെ. ഇവിടെ നമ്മളെ കേൾപ്പിക്കുന്നത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുള്ളൂ. കോപവും ക്രോധവും രണ്ടും ഒരേപോലെ. അതൊക്കെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പലരും അത് എടുത്തു കളയാൻ ആഗ്രഹിക്കും, പക്ഷെ പലരുടെയും ജീവിതത്തിൽ കോപമാണ്, പെട്ടെന്നുണ്ടാകുന്ന ആ ദേഷ്യത്തിലാണ് എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത്. എല്ലാം ചെയ്യും, എല്ലാം കരുതും, എല്ലാവർക്കും വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ കോപം വന്നു കഴിഞ്ഞാൽ ഒരു ദുഷ്ടൻ എത്രത്തോളം പ്രവർത്തിക്കുന്നു, ദുഷ്ടൻ എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം പറഞ്ഞു, അതേപോലെ തന്നെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം നാശങ്ങളും അനർത്ഥങ്ങളും വരുത്തുന്നു, ബന്ധങ്ങൾ വേർപെടുത്തുന്നു, കിട്ടിയ സമാധാന സന്തോഷം, കിട്ടിയ നന്മകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നു. കോപത്തിൽ നമുക്കൊന്നും ചെയ്യാനിടയാകാതിരിക്കട്ടെ. കോപമെന്ന് പറയുന്ന ആ ഒരു ദോഷം ഇല്ലാതെ പോകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ ഇരുന്ന നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. കോപത്തിൽ പരിഹാരമാർഗമൊന്നുമില്ല, എല്ലാം നശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്നും വേണ്ട. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറവുകൾ എടുത്തു മാറ്റാൻ ഇടയാകട്ടെ. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുന്നു. ഈ വചനം നമ്മൾ നോക്കുമ്പം മുഷിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലും ഇതിന് സമാനമായ സംഭവം തന്നെയാണ്. ഇതൊക്കെ ദോഷത്തിന് ഹേതുവായൊരു കാര്യമാണ്. എല്ലാം എടുത്തു മാറ്റാൻ ദൈവസന്നിധി നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുക. ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് മനസ്സ് വെച്ച് പ്രാർത്ഥിക്കുക. കോപത്തിൽ നമ്മളെല്ലാം പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് അതിനു മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത രീതികളൊക്കെ നോക്കിയാൽ എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ടായിരുന്നു. യഹോവ ഒന്ന് കോപിച്ച തിരുമുമ്പിൽ ആര് നിൽക്കുമായിരുന്നു? ആ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചുവെങ്കിൽ അത് മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളോട് കൃപ ചെയ്യട്ടെ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. അതേ ദൈവമക്കൾ, ഒന്നുമില്ലായ്മയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപതിനെ സംബന്ധിച്ച് ദൈവസന്നിധിയിലെ പ്രത്യാശയുള്ളവർ, യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭൂമിയെ കൈവശമാക്കുക തന്നെ ചെയ്യും. അതെ, ചിലപ്പോൾ പറയല്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഓർത്തില്ല, ഇത്രയൊക്കെ നേടിയെടുക്കാൻ നമുക്ക് ഉണ്ടാവുമെന്നൊരിക്കലും ഓർത്തില്ല. സഹായിക്കാൻ ആരുമില്ലായിരുന്നു, കരുതാൻ ആരുമില്ലായിരുന്നു, ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു. എന്നിട്ടും ഇത്ര നാൾ ദൈവം എന്നെ പോറ്റി പുലർത്തി ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഓരോന്നോരോന്നായി ദൈവം എനിക്ക് വേണ്ടതെല്ലാം തന്നു. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും,
സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത്ര മഹത്വമേറിയ വചനങ്ങളെ കേൾക്കുവാനും ദൈവസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവനും നമുക്ക് വേണ്ട സകല നന്മകളെ ഒന്ന് ഓർത്തെടുക്കാൻ ദൈവം തന്ന കൃപയ്ക്ക് സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ഓർത്താൽ ദൈവമക്കളെ, നമുക്കൊക്കെ കർത്താവ് തന്ന നന്മയല്ലാതെ എടുത്തു പറയാൻ എന്താണുള്ളത്? ദൈവം തന്നതൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞാൽ ആയുഷ്കാലം മതിയാവില്ല ദൈവമക്കളെ. അത്രമാത്രം ദൈവം തന്ന നന്മകൾ ഏറെയാണ്. എന്നാൽ കിട്ടാത്തതിനെക്കുറിച്ചുള്ള സങ്കടങ്ങളും കിട്ടാത്തതിലേക്കുള്ള നമ്മുടെ നോട്ടവും ദൈവം തന്ന സകല ഉപകാരങ്ങളും മറന്നുപോകും. കിട്ടിയ നന്മകളെ മാത്രം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇനിയുള്ള കാലം എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹമാർന്ന തിരുവചനം ദാനമായി തന്നത് ഓർത്തു സ്തോത്രം. വചനത്തിൽ കേൾപ്പിച്ചിരിക്കുന്നതെല്ലാം അതേപടി അനുസരിപ്പാൻ തക്കവണ്ണം ദൈവമേ, നിർമ്മലമായ ഹൃദയം എല്ലാ പ്രിയപ്പെട്ടവർക്കും അടിയങ്ങൾക്ക് എല്ലാവർക്കും ദാനമായി തന്ന് അനുഗ്രഹിക്കണമേ. ചോദിക്കുന്ന ഏവർക്കും ധാരാളമായി പകർന്നു കൊടുക്കുന്ന ദൈവം, വാരി വിതറിക്കൊടുക്കുന്ന ദൈവം, എൻ്റെ യേശുവേ, വിശ്വാസത്തോടെ ഈ നന്മകൾക്ക് വേണ്ടി യാചിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം തന്ന സകല ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരും ഒരുക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.